എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന് വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഞ്ഞായിരുന്നു. ഫുള്ളിങ്ങനെ മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുക. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് കേട്ടോ. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ നേരെ പോയി ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക എന്നതാണല്ലോ എൻ്റെ ഡെയിലി റുട്ടീൻ. അപ്പോൾ ഇന്ന് ചൂടുവെള്ളത്തിൽ ഞാൻ ഇടുന്നത് നമ്മൾ അന്ന് ഉണ്ടാക്കിയില്ല ഒരു വൈറൽ ജ്യൂസ്, ഇങ്ങനെ ബീട്രൂട്ട് നെല്ലിക്ക എല്ലാം കൂടെ ഉണ്ടാക്കി ഞാൻ അതിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ജ്യൂസാണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസവും കുടിക്കാറില്ല. 2 ദിവസം കൂടുമ്പോഴാണ് ഈ ഒരു ക്യൂബ് ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നത്. കാരണം അതിൽ നമ്മൾ ബീട്രൂട്ട് ചേർത്തത് കൊണ്ട് ദിവസം അങ്ങനെ ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതല്ലെന്ന് ഞാൻ എവിടെയോ കേട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിവസം കുടിക്കുന്നില്ല. 2 ദിവസം കൂടുമ്പോഴാണ് കുടിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഏട്ടന് വിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. ഇന്ന് തട്ടുകട സ്റ്റൈല് ദോശയും തട്ടുകട സ്റ്റൈല് ചമ്മന്തിയുമാണ്. വല്ലപ്പോഴുമൊക്കെ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. നല്ല തണുപ്പ് കേട്ടോ. ഞാൻ അതിന് പോയിട്ട് ഹീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഹീറ്ററൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ അല്ലാതെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ തേങ്ങ, ചെറിയുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും ഇടണ്ട. ഞാൻ ഒരു തണ്ട് മാത്രം എടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. എരിവുള്ള മുളക് പൊടി വേണ്ട, കാശ്മീരി ചില്ലി പൗഡർ തന്നെ വേണം. പിന്നെ ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് നല്ല മഷി പോലൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേനും ഇവിടെ ഓരോരുത്തർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏട്ടൻ വന്നുകൊണ്ട് കിച്ചണിൽ വന്ന് ഓരോന്ന് തപ്പാൻ തുടങ്ങി. വിവാൻകുട്ടി ഒരു റൗണ്ട് വന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളൂ എന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന്. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേറ്റത്. അത് മാത്രമല്ല ഇന്നലെ കുറച്ച് താമസിച്ചാണ് കിടന്നത്. ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡിന്നറൊക്കെ കഴിച്ച് പോയപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, നമ്മുടെ ചമ്മന്തി ഒന്ന് താളിക്കണം. അതിലും കടുക്, ചെറിയുള്ളി മസ്റ്റാണ് കേട്ടോ. ചെറിയുള്ളി ഇട്ട് താളിച്ചാൽ തന്നെ ഈ ഒരു തട്ടുകട ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അടുത്ത പശുക്കുട്ടി വന്ന് തേടിയിട്ട് പൊരി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതവിടെ ഫേവറേറ്റ് സാധനമാണ്. ഇനി ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കാം. കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടും ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇച്ചിരി ലൂസായിട്ട് വേണം ഈ ചമ്മന്തി ഇരിക്കാൻ കേട്ടോ. ഒരുപാടങ്ങ് കട്ടിയല്ല. അപ്പം ഇതാണ് നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചമ്മന്തി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് തട്ടുകട സ്റ്റൈൽ ദോശയും കൂടെ ചുട്ടെടുക്കാം. അധികം പരത്താതെ തിന്നായിട്ട് കിട്ടുന്ന ദോശയല്ലേ ഇത് കേട്ടോ. കുറച്ച് തിക്കായിട്ടിരിക്കും. സാധാരണ ഇവർക്കെല്ലാം ഭയങ്കര ക്രിസ്പി ദോശയുടെ ആൾക്കാരാണ്. പക്ഷേ ഈ ചമ്മന്തി കൂട്ടി കഴിക്കണമെങ്കിൽ ഈ ദോശ തന്നെയാണ് നല്ലത് കേട്ടോ. ആദ്യം ഏട്ടൻ തന്നെ വന്ന് ദോശ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഈ വീഡിയോയും കൂടെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ലേറ്റാവും. കാരണം ഓരോ ആംഗിളും മാറ്റി മാറ്റി വെക്കുന്നത് കൊണ്ട്. അപ്പോൾ ഓൾറെഡി ലേറ്റ്, പിന്നെ വീഡിയോ ഇപ്പം വീണ്ടും ലേറ്റ്. തടുകടയല്ല, തട്ടുകട പറ. തട്ടുകട പോടാ. തട്ടു കട, ദോശ. ഇവിടെ പിന്നെ എല്ലാവർക്കും നല്ല ചൂടോടുകൂടി ദോശ വേണം കേട്ടോ. ആരും അങ്ങനെ ചുട്ട് വെച്ച് ദോശ കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഓരോരുത്തർക്കായിട്ട് നമ്മൾ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് തുണി വിരിച്ചിട്ടില്ലെന്ന്. നാളെ സ്കൂളിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ യൂണിഫോം വിരിച്ച് ഉണക്കിയാൽ തന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും ഞാൻ ശനിയാഴ്ചയാണ് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് വിരിച്ചിടുന്നത്. പക്ഷേ ഇന്നലെ അങ്ങ് മറന്നുപോയി. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഈ കാര്യം ഞാൻ ഇട്ടതേ ഓർത്തില്ല. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ തുണി വിരിച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഏട്ടൻ പിന്നെ ദോശ ചുടാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പിന്നെ ദോശ ഇട്ടുകൊണ്ടിരുന്നു. അപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ച് ചെന്നപ്പോഴത്തേന് ഏട്ടൻ എനിക്ക് ദോശയൊക്കെ ചുട്ട് തന്നു. പിന്നെ ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാനും ഏട്ടനും കൂടെ ജിമ്മിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ മാസം ജിമ്മിൽ ജോയിൻ ചെയ്തു. കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ജിമ്മിൽ പോകണമെന്നുള്ളത്. കാരണം അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ വെച്ചു. എങ്ങനെയെങ്കിലും ഇനി കുറച്ചില്ലെങ്കിൽ പാടാണ്. ഓൾറെഡി ഇനി നമുക്ക് ഏജ് ആവും തോറും കുറയാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. നേരത്തെയൊക്കെ ഒരു ദിവസം പട്ടിണി കിടന്നാൽ നമുക്ക് പിറ്റേ ദിവസം തോന്നും നമ്മളൊന്ന് സ്ലിം ആയതുപോലെ. പക്ഷേ ഇപ്പോൾ 2 ദിവസം 3 ദിവസം പട്ടിണി കിടന്നാലും അത്രയ്ക്കുള്ള മാറ്റമൊന്നും ബോഡിയിൽ ഉണ്ടാവുന്നില്ല. ഏജ് ആവുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും ഈ പ്രാവശ്യം തീരുമാനിച്ചു ഇനി തൊട്ട് ജിമ്മിൽ പോകാമെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഒരാഴ്ചയായി പോയി തുടങ്ങിയിട്ട്. അപ്പോൾ ഏട്ടന് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഇതിൽ മെമ്പർഷിപ്പിൽ ചേട്ടന് 4 പ്രാവശ്യം ഗസ്റ്റായിട്ട് വരാം. അപ്പോൾ ഇന്ന് ഏട്ടൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി വിടാമെന്ന്. അപ്പോൾ ഏട്ടനും വരാമല്ലോ. അങ്ങനെ ഇന്ന് ഏട്ടൻ പിന്നെ അതുകൊണ്ട് കാറിൽ കൊണ്ടുവന്ന് വന്നതാണ്. നിങ്ങൾ വിചാരിക്കും ദോശയൊക്കെ കഴിച്ചിട്ടാണ് ജിമ്മിൽ പോകണതെന്ന്. ഒരു ദോശ കഴിച്ചുള്ളൂ കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന് കഴിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. ഇത് പിന്നെ മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു ജിം ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾക്കിനി പ്യുവർ ജിമ്മിലേക്ക് പോകാം. അപ്പം
ആദ്യം തന്നെ ഞാൻ ട്രെഡ്മില്ലിലാണ് നടക്കുന്നത് കേട്ടോ. ആദ്യം ഫുള്ള് ബോഡിയൊക്കെ ഒന്ന് വാമപ്പ് ചെയ്തിട്ട് വേണമല്ലോ അടുത്ത എക്യുപ്മെൻറ്റ്സിലൊക്കെ കയറാൻ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജിമ്മാണ് കേട്ടോ. ഞായറാഴ്ചയായിട്ട് പോലും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് 24/7 ആണ്. 24 മണിക്കൂറും ഉണ്ട്, 7 ദിവസവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും പോവാം. നമുക്കങ്ങനെ ടൈം പ്രശ്നമല്ല. അല്ല ഇന്ന ടൈമിൽ തന്നെ പോകണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഏത് സമയത്ത് വേണേലും പോകാം. ഞാൻ മിക്കവാറും ഇവരെയൊക്കെ സ്കൂളിലും ഓഫീസിലും ഒക്കെ ഏട്ടൻ പോയതിന് ശേഷമാണ്, ഒരു 12 മണിക്ക് ശേഷമാണ് ഞാൻ വരാറുള്ളത്. വന്നൊരു 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഞാൻ ബസ്സിനാണ് വരുന്നത്. അങ്ങനെ ഫുള്ള് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഒന്ന് ചെയ്തു കേട്ടോ. പക്ഷേ ഇന്ന് എന്തോന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എനിക്കൊന്ന് ക്ലൈമറ്റ് മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം രാവിലെ നല്ല തണുപ്പ്, ഇപ്പം നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. വെയിൽ കുറച്ച് മുഖത്തോട്ട് അടിച്ചതെന്ന് തോന്നുന്നു. ഭയങ്കര തലവേദന. അതുകൊണ്ട് ഇനി ഡീഹൈഡ്രേഷൻ ആയതാണോ എന്നും അറിയത്തില്ല. കുറേ നാളായി തലവേദന വന്നിട്ട്. എന്നും ഉറങ്ങുന്നതിനെക്കാട്ടി ലേറ്റായിട്ടാണ് ഇന്നലെ ഉറങ്ങിയത്. ചിലപ്പോൾ അതിൻ്റെയും കൂടെ ആയിരിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് കുറച്ചൊരു ആശ്വാസം കിട്ടും. രാവിലെ ആ ഒരു മഞ്ഞ് മൂടി കിടന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. പക്ഷേ ഈ വെയിൽ വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇത് മിക്കവാറും വെയിൽ കാരണം എല്ലാവരും വെളിയിലായിരിക്കും കേട്ടോ. പിള്ളേരെയും കൊണ്ട് പാർക്കിലൊക്കെ ആയിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല ചൂടുണ്ട്. എന്താണ് ഇവിടെ പരിപാടി? സോൻ പാപ്പടി കഴിപ്പ. അമ്മ വരുന്ന കുറച്ച് എടുത്തു. ആ ശരി. എന്താ പരിപാടി? ജിമ്മിൽ നിന്ന് വന്ന ഉടനെ കുളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞു. കാരണം അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തലയ്ക്കൊരു ജീവൻ വീണത്. അപ്പോഴാണ് തലവേദനയൊക്കെ ഒന്ന് മാറിയത്. ഇനി നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഉച്ചയ്ക്കൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഓൾറെഡി ഇന്നലത്തെ ബിരിയാണി മട്ടൻ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേന് ഏട്ടനുണ്ട് ഇഡ്ഡലിത്തട്ടിലെല്ലാം സ്റ്റീമൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അയ്യോ, ആരെങ്കിലും ഇതുപോലെ വയ്യാതിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫുഡ് എടുത്ത് തരുമ്പോൾ എന്താ ഒരു ആശ്വാസം എന്നറിയാമോ. അപ്പോൾ ഏട്ടൻ വിളമ്പിയൊക്കെ തന്നു. അപ്പോൾ മട്ടൻ കറി ഞാൻ കുറച്ചെടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇരുന്നത് കൊണ്ടാണ് ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാഞ്ഞത്. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റായി പോകത്തില്ലേ. ഇന്ന് ഉച്ചക്കത്തോടു കൂടി തീർക്കാനുള്ള കാര്യങ്ങളേ ഉള്ളായിരുന്നു. കാരണം ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിച്ചതേ ഇല്ല. എനിക്കിങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ശരിക്കും ഇരുന്ന് ബിരിയാണിയുടെ ടേസ്റ്റ് നോക്കുന്നത്. അത് നല്ല വിശപ്പോടുകൂടി ഇങ്ങനെ കുളിച്ചിട്ട് വന്ന് കഴിക്കാൻ എന്താ ഒരു സുഖമെന്നറിയാം. നല്ല വെയിലടിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് ഒരാശ്വാസം കിട്ടിയത്. അങ്ങനെ വിമാൻകുട്ടി ഇന്ന് സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് നാളിന് ശേഷമാണ് സൈക്കിളൊക്കെ ഓടിക്കുന്നത്. അന്ന് എടുത്ത് ആ ഒരു വിൻ്റർ സമയത്ത് എടുത്ത് ആ ഷെഡിൽ വെച്ചതാണ്. പിന്നെ ഇന്നാണ് എടുക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെയിൽ കാണുമ്പോൾ പറയും എടുത്ത് ഓടിക്കണമെന്ന്. അപ്പം പറയും അമ്മ വെളിയിൽ നല്ല തണുപ്പാണ്, ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ നാളിന് ശേഷം ബാക്ക് യാർഡിലോട്ട് ഇറങ്ങി. നല്ല വെയിലുണ്ട് കേട്ടോ. എൻ്റെ തലവേദനയൊക്കെ മാറി കേട്ടോ. ഭയങ്കര തലവേദനയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേനും ഒരു ആശ്വാസമായി. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇച്ചിരി വെയിലൊക്കെ കൊള്ളാം. വീട്ടിലെല്ലാം കൂടെ ഒന്ന് പൂവും ഇലയും കായും ഒക്കെ ഒന്ന് വന്നെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ സ്പ്രിങ് സീസൺ തുടങ്ങുവാണ് കേട്ടോ. വെയിലൊക്കെ അടിച്ച് തുടങ്ങി. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിനിമ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിമാൻകുട്ടിക്ക് നാളെ അവന് ഒരു സോളോ ടോക്കുണ്ട്. അപ്പം ക്ലാസ്സിൽ നേരത്തെ കൊടുത്തതാണ്. അപ്പം നാളെയാണ് അവൻ്റെ ടേൺ. അപ്പോൾ അതിനുള്ള പേപ്പറൊക്കെ ചേട്ടൻ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അവൻ തന്നെയാണ് എല്ലാം പ്രിപ്പയറൊക്കെ ചെയ്തത്. അപ്പോൾ അതിനെയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി അത് സ്റ്റാപ്ലറൊക്കെ അടിച്ച് കൊടുക്കണം. സ്വന്തമായിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോണത്. നാളെ ഇനി പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങും ഉണ്ട്. A swim bladder is an organ that fishes have to help themselves control their buoyancy. നാളെ സ്കൂളിൽ ഫ്രണ്ട്സിന് മുമ്പിലാണ് പറയേണ്ടത്. ക്ലാസ്സിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 6 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു സംസാരിക്കാൻ. അപ്പം എത്ര ടൈം ആയെന്നുള്ള ടൈമറൊക്കെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ ഹോം ടൂർ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.